ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്ര ജാതകരിലേക്ക് വന്നെത്തുന്നു. അതായത് ഈ ആഴ്ച ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളുടെയും ധനനേട്ടത്തിൻ്റെയും വാരമാണ്. ഈ ആഴ്ച ആദിത്യൻ മേടം രാശിയിൽ ഭരണി ഞാറ്റുവേലയിലാണ്. അതുപോലെ ചന്ദ്രൻ കറുത്ത പക്ഷത്തിലും ശനി മീനം രാശിയിൽ ഉത്രട്ടാതിയിലാണ്. ചൊവ്വയും മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. പക്ഷേ രേവതിയിലാണ് സഞ്ചാരമെന്ന് മാത്രം. ബുധൻ മേടം രാശിയിൽ അശ്വതി ഭരണി നക്ഷത്രങ്ങളിലാണ്. ബുധന് തിങ്കൾ മുതൽ മൗഢ്യമുണ്ട്. ശുക്രൻ ഇടവം രാശിയിൽ രോഹിണി മകയിരം എന്നീ നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. വ്യാഴം മിഥുനത്തിൽ പുണർന്നം നക്ഷത്രത്തിലും രാഹു കുംഭത്തിൽ ചതയത്തിലും കേതു ചിങ്ങത്തിൽ മകത്തിലുമായി സഞ്ചരിക്കുകയാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. വാര ആരംഭം നിങ്ങൾക്ക് അല്പം സമ്മർദ്ദങ്ങൾ സമ്മാനിക്കും. നിങ്ങളുടെ ശരി തെറ്റുകളെക്കുറിച്ച് അവ്യക്തത കുറയുന്നതാണ്. അതുപോലെ തീരുമാനങ്ങൾ തിടുക്കത്തിലാകുവാൻ ഇടയുള്ള വാരം കൂടിയാണ്. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ അധ്വാനം വർദ്ധിക്കും. അതുപോലെ ചൊവ്വ സായാഹ്നം മുതൽ കാര്യങ്ങൾ അനുകൂലമായി മാറുന്നതാണ്. കാര്യനിർവഹണത്തിന് യാതൊരു തടസ്സങ്ങളും ഈ ആഴ്ച ഉണ്ടാകില്ല. അതുപോലെ സാമ്പത്തികമായ വിനിമയം നിയന്ത്രണത്തോടെ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വിശദീകരണങ്ങൾ വിശ്വാസയോഗ്യമാകും. അതുപോലെ പ്രായോഗിക പരിചയം മൂലം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. മനസ്സിന് സന്തോഷമുണ്ടാകുന്ന അനുഭവങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അതുപോലെ പ്രവചനങ്ങൾ ഫലിച്ചെത്തി വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്ന വാരമാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഉദ്യമങ്ങൾക്ക് അല്പം തടസ്സമുണ്ടാകും. അതുപോലെ ശരിയായ കാരണം കണ്ടെത്തുവാൻ ഈ ആഴ്ച കഴിഞ്ഞെന്നു വരില്ല. ഒപ്പമുള്ള ആളുകൾ നിങ്ങളോട് സഹകരിക്കുന്നില്ലെന്ന് തോന്നുന്നതാണ്. അതുപോലെ ആഴ്ച മധ്യം മുതൽ സ്ഥിതിഗതികൾക്ക് വളരെ വലിയ മാറ്റമുണ്ടാകും. മേലധികാരികൾ നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കും. അതുപോലെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് വളരെ വലിയ ലാഭത്തിലേക്ക് കുതിക്കും. അതുപോലെ മകൻ്റെ ഭാവി കാര്യങ്ങളിലുള്ള ഉത്കണ്ഠകളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. ധനപരമായും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ലഘുയാത്രകൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ ഇടയാക്കുന്ന വാരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. സ്വന്തം കാര്യത്തിൽ അനാസ്ഥ കാട്ടുന്നതാണ്. അതുപോലെ മറ്റുള്ളവർക്കായി കൈമൈ മറന്ന് പ്രവർത്തിക്കേണ്ടി വരും. ഈ ശീലം മാറ്റുവാൻ വേണ്ടപ്പെട്ടവർ നിങ്ങളെ ഉപദേശിച്ചാലും എളുപ്പമൊന്നും മാറ്റുവാൻ സാധിക്കുന്ന കാര്യമല്ല. അതുപോലെ ജോലി സ്ഥലത്ത് സമാധാനം പുലരുന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവയിലധികവും മുഷിയാതെ കാര്യസാധ്യമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലത്തിൽ ഉത്കണ്ഠയേറുന്നതാണ്. അതുപോലെ സാധാരണ ആവശ്യങ്ങൾക്ക് യാതൊരു തടസ്സവും ഈ ആഴ്ച ഉണ്ടാകില്ല. ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. അതുപോലെ പ്രണയിക്കുന്ന ആളുകൾക്കും വളരെ വലിയ സന്തോഷം ലഭിക്കുന്ന ഒരു വാരമാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല തുടക്കം കിട്ടും. അതുപോലെ കരുതിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നതാണ്. സഹപ്രവർത്തകന്റെ പിന്തുണയുണ്ടാകും. അതുപോലെ അടുക്കും ചിട്ടയും എല്ലാ കാര്യങ്ങളിലും വന്നെത്തും. ചൊവ്വയും ബുധനും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് ഉചിതമല്ല. അതുപോലെ വാക്കുകളിൽ കർക്കശം വരികയാൽ എതിർപ്പുകൾ ഉയരുന്നതാണ്. ലഘു കാര്യങ്ങൾ നേടുവാനായി നിങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്ന വാരമാണ്. വ്യാഴം തൊട്ടുള്ള ദിവസങ്ങൾക്ക് നല്ല ഫലം പ്രതീക്ഷിക്കാം. അതുപോലെ പ്രണയിക്കുന്ന ആളുകൾക്കും നല്ല ഒരു വാരമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച നീതിയുക്തമായി സംസാരിക്കുകയാൽ ചിലരുടെ അനിഷ്ടത്തിന് പാത്രമാകും. അതുപോലെ വൈകാരികത നിയന്ത്രിക്കപ്പെടണം. പുതിയ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ട വാരമാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തേണ്ടതില്ല. പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം കിട്ടും. നല്ല വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടന്നു കിട്ടും. വായ്പാ തിരിച്ചടവിൽ വീഴ്ച ഉണ്ടാകുന്ന വാരമല്ല. ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധിക്കണം. ആഡംബര ചെലവുകൾ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും. ഭൂമിയിൽ നിന്നും വരവും ചെലവും ഉണ്ടാകുന്ന വാരം കൂടിയാണ്.
അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ഈ ആഴ്ച നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയാകും പലതും സംഭവിക്കുക. സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നതാണ്. വാക്കു പാലിക്കുവാൻ കഴിയും. അതുപോലെ ഔദ്യോഗിക ചുമതലകൾ ആവർത്തനത്താൽ മുഷിപ്പിക്കുവാനിടയുണ്ട്. വിനോദവും വിശ്രമവും ആഗ്രഹിച്ചാലും അതിന് ഒരു അവസരം ഈ ആഴ്ച വന്നു ചേരണമെന്നില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പുതിയ പ്രൊജക്റ്റുകളുടെ ഏജൻസി ലഭിക്കും. അതുപോലെ പരസ്യത്തിലൂടെ വിപണിയിൽ ചലനം സൃഷ്ടിക്കുവാൻ കഴിയുന്നതാണ്. കുടുംബ കാര്യങ്ങളിൽ വളരെയധികം തൃപ്തികരമാകും. ശനിയാഴ്ച ദിവസം വളരെയധികം മേന്മയും ധന നേട്ടവും പ്രതീക്ഷിക്കാം. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് അനുഭവങ്ങളിൽ നിന്നും ഈ ആഴ്ച പല കാര്യങ്ങളും പഠിക്കുവാൻ സാധിക്കും. സത്യസന്ധമായ വിലയിരുത്തലുകൾ അംഗീകരിക്കപ്പെടുന്നതാണ്. തൊഴിൽ തേടുന്ന ആളുകൾക്ക് അവസരങ്ങൾ വന്നെത്തും. മേലധികാരിയിൽ നിന്നും വളരെയധികം സഹകരണം പ്രതീക്ഷിക്കാം. സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചറിയുവാൻ നേരം കണ്ടെത്തുന്നതാണ്. അതുപോലെ സുഹൃത്തുക്കളുമായി ചേർന്ന് സ്ഥാപനം തുടങ്ങുവാനുള്ള ശ്രമം പുരോഗമിക്കും. വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിന് വ്യക്തത ഉണ്ടാകുന്നതാണ്. ബിസിനസ് യാത്രകൾ വർദ്ധിക്കും. അതുപോലെ കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഈ ആഴ്ച വന്നു ചേരും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച ഗൗരവമുള്ള പല കാര്യങ്ങളിലും ഏർപ്പെടേണ്ടി വരും. അതുപോലെ കൃത്യമായ നിരീക്ഷണങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. വ്യാപാര വ്യവസായങ്ങൾക്ക് ഉപഭോക്താക്കൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിക്കും. അഭിമുഖ പരീക്ഷയിൽ തിളങ്ങുവാൻ കഴിയുന്നതാണ്. നിലവിലെ ജോലി മാറുവാൻ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമാണ്. ധനാഗമ മാർഗങ്ങൾ പുഷ്ടിപ്പെടുവാനിടയുണ്ട്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചയിലൂടെ സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ഭൂമിയോ വസ്തുവോ സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്കും വളരെയധികം ശമനം ലഭിക്കുന്ന വാരമാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആത്മവിശ്വാസം യാതൊരു രീതിയിലും കുറയുന്ന ആഴ്ചയെല്ലാം പാരമ്പര്യ തൊഴിൽ നവീകരിക്കുവാനുള്ള ശ്രമം വിജയിക്കുന്നതാണ്. അതുപോലെ അന്യദേശത്ത് പോകുവാൻ അവസരം വന്നെത്തും. ഉദ്യോഗസ്ഥർക്ക് അധ്വാനം കൂടുവാനിടയുണ്ട്. വിശദീകരണം തൃപ്തികരമാകയാൽ ജോലിയിൽ പുനഃപ്രവേശിക്കപ്പെടാം. അതുപോലെ പരിഗണന മുൻനിർത്തി പ്രവർത്തിക്കുകയാൽ പരാതികളെല്ലാം തന്നെ ഒഴിവാക്കുവാൻ കഴിയുന്നതാണ്. ബന്ധുക്കലഹങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കുവാൻ വരും. അതുപോലെ പുതുതലമുറയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ഭിന്നത വന്നു ചേരാം. ആരോഗ്യപരമായും നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം കരുതൽ വേണ്ട വാരമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. സ്വാഭാവികമായ നിങ്ങളുടെ പ്രവർത്തന മികവ് നിലനിർത്തുവാൻ സാധിക്കും. ഔദ്യോഗിക കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണതയിലെത്തിക്കുവാൻ കഴിയുന്നതാണ്. ആശയക്കുഴപ്പത്തിലായവർക്ക് വ്യക്തത വരും. അതുപോലെ വ്യാപാര രംഗത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നതിനാൽ വളരെയധികം ഗുണം കിട്ടിത്തുടങ്ങുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഫലത്തിൽ ഉത്കണ്ഠ വരാം. ഹ്രസ്വകാല കോഴ്സുകളിൽ ചേരുവാനിടയുണ്ട്. ഗൃഹനിർമ്മാണം അല്പം പതുക്കെയാകും. ഉപാസനാദികളിൽ ശൈഥില്യത്തിന് സാധ്യതയുണ്ട്. ആരോഗ്യപരമായും കൂടുതൽ ശ്രദ്ധ വേണ്ട വാരമാണ്. ഹൃദയബന്ധങ്ങൾ ഈ ആഴ്ച വളരെയധികം ദൃഢമാകുന്ന വാരം കൂടിയാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അതായത് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സഹപ്രവർത്തകർ നിങ്ങളെ ചോദ്യം ചെയ്യും. ഓൺലൈൻ ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും. സാമ്പത്തികമായ ഇടപാടുകളുടെ രേഖകൾ സൂക്ഷിക്കുന്നത് വളരെയധികം ഗുണകരമാകും. വിനോദയാത്ര അവസാന നിമിഷം വേണ്ടെന്ന് വെക്കേണ്ടി വരും. ബന്ധു സമാഗമം പൂർവ്വസ്മൃതികളിലേക്ക് നയിക്കുന്നതാണ്. കലാ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഊർജ ശോഷണം ഭവിക്കാം. ഏജൻസി പ്രവർത്തനത്തിൽ ആദായം വർദ്ധിക്കും. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വളരെയധികം ഗുണം കുറയുന്നതാണ്. അടുത്തത് ഉത്തരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ആദിത്യൻ്റെ ഉച്ചസ്ഥിതിയാൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലമാണ്. പിതാവിൽ നിന്നും ആനുകൂല്യങ്ങൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് പിരിമുറുക്കം കുറയുന്നതാണ്. കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. അതുപോലെ വാടക വീട് അന്വേഷിക്കുന്നവർക്ക് വീട് ലഭിക്കുന്നതാണ്. ഭാവി സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങൾ ഈ ആഴ്ച കൈക്കൊള്ളേണ്ടി വരും. ലഘുയാത്രകൾ വർദ്ധിക്കും. കുടുംബത്തോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും.
അതുപോലെ ധനവിനിയോഗം തൃപ്തികരമായി മാറുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാനും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുന്നതാണ്. ആശയവിനിമയത്തിന് കൃത്യത പുലർത്തും. മാനസികമായ സന്തോഷം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അതുപോലെ നല്ല തുടക്കം കിട്ടുന്ന ഒരു വാരം കൂടിയാണ്. ഇഷ്ടഭോജ്യങ്ങൾ കഴിക്കുവാനും ആവശ്യത്തിന് വിശ്രമിക്കുവാനും സന്ദർഭം വന്നു ചേരും. മകൻ്റെ ഭാവി പഠനത്തിലെ അവ്യക്തതകളെല്ലാം തന്നെ നീങ്ങിക്കിട്ടും. സാമ്പത്തികമായ കാര്യങ്ങളിലും തൃപ്തികരമുണ്ടാകുന്നതാണ്. തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ആദായം വർദ്ധിക്കുന്നതാണ്. ഈശ്വര കാര്യങ്ങൾ യാതൊരു രീതിയിലും ഈ ആഴ്ച മുടങ്ങില്ല. അതുപോലെ വാഗ്ദാനങ്ങൾ പാലിക്കുവാനും ചില വിഷമങ്ങൾ നേരിടേണ്ടി വരുന്ന വാരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഈ ആഴ്ച എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തീരുമാനിക്കേണ്ടതും കൈക്കൊള്ളേണ്ടതുമായ കാലമാണ്. ഓർമ്മപ്പിശക് വരാം. അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുവാൻ കൂടുതൽ സമയം വേണ്ടിവരും. പ്രൊഫഷണലുകളായ ആളുകൾക്ക് അംഗീകാരം ലഭിക്കും. മത്സരങ്ങളിൽ മുന്നേറുവാൻ കഴിയുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കഴിവുകളെ മേലധികാരികളിൽ നിന്നും വളരെയധികം പ്രോത്സാഹനമുണ്ടാകും. ബിസിനസ്സിൽ ആദായം കുറയില്ല. അതുപോലെ അധ്വാനം എന്നാൽ വളരെയധികം വർദ്ധിക്കുവാനും ഇടയുണ്ട്. പുതിയ വീട് പണിയുവാൻ കുടുംബ വസ്തു വിൽക്കേണ്ടി വരും. അവധിക്കാല യാത്രകൾ മകൻ്റെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ഈ ആഴ്ച പരീക്ഷണങ്ങൾ നടത്തുവാൻ മനസ്സിന് ഉന്മേഷമുണ്ടാകും. ഒപ്പമുള്ളവരുടെ നിലപാടുകൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റുവാൻ സാധിക്കും. പുതിയ സംരംഭത്തിന് ലൈസൻസ് കിട്ടും. വരവ് ചിലവുകൾ പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. അതുപോലെ മാതാപിതാക്കളെ നാട്ടിൽ നിന്നും കൂടെ കൂട്ടുവാൻ കഴിയുന്നതാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. സുഹൃത്ത് സമാഗമങ്ങളിലൂടെ സംഘർഷത്തിന് അയവ് വരുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. സ്വതസിദ്ധമായ നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും. തൊഴിലിടത്തിൽ തർക്കങ്ങൾ ഉണ്ടാകും. അതുപോലെ ജോലി സ്ഥലത്തേക്ക് പോകുവാനുള്ള അവധി നീട്ടിക്കിട്ടുന്നതാണ്. സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേരം ചെലവഴിക്കേണ്ടി വരും. സഹോദരനെ സഹായിക്കേണ്ടിയും വന്നു ചേരാം. ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ആളുകൾക്ക് ചെറിയ ജോലി കിട്ടുവാൻ ഇടയുണ്ട്. ഉയർന്ന തസ്തികയിൽ പ്രവേശിക്കുവാൻ ശ്രമം തുടരുന്നതാണ്. അതുപോലെ സാമ്പത്തികമായ ചെലവ് ഈ ആഴ്ച നിയന്ത്രിക്കപ്പെടണം. പ്രണയം എതിർക്കപ്പെടുന്നതാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വളരെയധികം ഗുണം കുറയുന്ന വാരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ഔദ്യോഗികമായി നിങ്ങൾക്ക് കൂടുതൽ ചുമതലകൾ ഈ ആഴ്ച എടുക്കേണ്ടി വരും. ഇഷ്ടമല്ലെങ്കിലും പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഭാഗികമായി നടന്നു കിട്ടുന്നതാണ്. വസ്തു തർക്കത്തിന് സാധ്യതയുണ്ട്. സംയമനം പാലിക്കണം. മക്കളുടെ പഠന കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാനും കഴിയുന്നതാണ്. വിനോദത്തിനുള്ള അവസരങ്ങൾ വന്നെത്തും. കൈവായ്പകൾ മടക്കി കിട്ടുന്നതാണ്. അതുപോലെ പുതിയ വാഹനം വാങ്ങുന്നതിന് അല്പം കൂടി കാത്തിരിക്കുക. വാരാദ്യം ഗുണം കുറയുന്നതാണ്. ബുധൻ മുതൽ കൂടുതൽ ഫലസിദ്ധി നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളിലും ഈ ആഴ്ച ഏർപ്പെടുവാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവരെ ബോധിപ്പിക്കുവാനും തീരുമാനങ്ങൾ ഏകപക്ഷീയമാകുന്നതും എതിർപ്പുകൾക്ക് കാരണമായേക്കും. ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ആഡംബരം ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നത് വളരെയധികം ഗുണകരമാകും. ഗൃഹത്തിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ വന്നു ചേരും. ടെസ്റ്റുകൾ അതുമല്ലെങ്കിൽ അഭിമുഖങ്ങൾ എന്നിവയിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. പഴയ സ്നേഹിതരെ കണ്ടുമുട്ടാം. ജീവകാരുണ്യത്തിന് കുറച്ചു നേരം മാറ്റിവെക്കുവാനും നല്ല ചിന്തകളിൽ മുഴുകുവാനും ഈ ആഴ്ച സാധിക്കും. ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മേന്മ അല്പം കുറയുന്ന ദിവസങ്ങളാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ആരംഭിച്ച കാര്യങ്ങൾക്ക് വളരെ വലിയ വേഗത ലഭിക്കും. തടസ്സങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച നീങ്ങിക്കിട്ടുന്നതാണ്. കർമ്മ മേഖല വിപുലീകരിക്കുന്നതിന് ആലോചനയുണ്ടാകും. അതുപോലെ കൂട്ടുകച്ചവടം വളരെയധികം നേട്ടങ്ങളിലേക്ക് കുതിക്കുന്നതാണ്.
പൊതുവെ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം തന്നെ മെച്ചപ്പെടും. ബിസിനസ് യാത്രകൾക്ക് അവസരമൊരുങ്ങുന്നതാണ്. ഗവേഷകർക്ക് പഠന യാത്രകൾ വേണ്ടിവരും. നാലാം ഭാവത്തിലെ ശനി ദേഹക്ലേശമോ മനസ്സുഖക്കുറവോ സമ്മാനിക്കും. സുഹൃത്തുക്കൾ തമ്മിലുള്ള പിണക്കം തീർക്കുവാൻ കഴിയും മട്ടിൽ ശ്രമിക്കുന്നതാണ്. വാരമധ്യം മുതൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കും. അതുപോലെ ആശയക്കുഴപ്പങ്ങളിൽ ഏർപ്പെട്ടാലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നതാണ്. സ്വാശ്രയ തൊഴിലിൽ മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി അനുഭവപ്പെടും. സംഘടനകളിലെ വിഭിന്നതകളെ ഐക്യപ്പെടുത്തുവാൻ ആവുന്ന മട്ടിൽ ശ്രമിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ ഉപരിപഠന കാര്യത്തിൽ വ്യക്തത വരുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിലും ഈ ആഴ്ച നിങ്ങൾ മിതത്വം പാലിക്കേണ്ടതാണ്. കുടുംബകാര്യങ്ങളിൽ സമാധാനം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി വളരെയധികം സ്വസ്ഥതയുണ്ടാകുന്ന വാരമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. കാര്യസാധ്യത്തിനും ലക്ഷ്യപ്രാപ്തിക്കും കൂടുതൽ സമയവും ഊർജവും ഈ ആഴ്ച ചെലവഴിക്കേണ്ടി വരും. നിങ്ങളുടെ പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. അതുപോലെ നല്ല തുടക്കം കിട്ടുന്ന ഒരു ആഴ്ചയാണ്. വേണ്ടപ്പെട്ട ആളുകളുമായി സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും. കരാറുകൾ നീട്ടിക്കിട്ടിയേക്കാം. അതുപോലെ യാത്രകൾ ആസൂത്രണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അല്പസമ്മർദ്ദം വന്നെത്താം. പതിവ് ആരോഗ്യ പരിശോധനകൾ മുടക്കരുത്. മറ്റ് ദിവസങ്ങളിൽ പ്രയത്നങ്ങളെല്ലാം തന്നെ തൃപ്തി സമ്മാനിക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ഉദ്യോഗത്തിൽ ഉയർച്ചയുടെ കാലമാണ്. വ്യാപാരികൾക്ക് സീസണലായ കച്ചവടത്തിൽ നിന്നും വളരെയധികം ഗുണം ലഭിക്കും. ഭാവിയെ മനസ്സിലാക്കി ചില ഒരുക്കങ്ങൾ നടത്തുവാൻ തൊഴിലിടത്തിൽ സാധിക്കുന്നതാണ്. സൗഹൃദമായ അന്തരീക്ഷമുണ്ടാകും. ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ തൽക്കാലം ശാന്തമാകും. വിവാദങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് ഉത്തമം. പ്രത്യേകിച്ചും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഈ ആഴ്ച വളരെ വലിയ ആദായം പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് അവസരം കുറയുന്ന വാരമല്ല. ചൊവ്വ ബുധൻ ഒഴികെ വളരെയധികം ഗുണഗണങ്ങൾ മറ്റ് ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾക്കെല്ലാം തന്നെ ഈ ആഴ്ച അയവുണ്ടാകും. റിട്ടയർ ചെയ്ത ആളുകൾക്ക് മറ്റൊരു വരുമാന മാർഗം തുറന്നു കിട്ടും. സർക്കാർ കാര്യങ്ങൾക്ക് പുനഃശ്രമം ആവശ്യമായി വരുന്നതാണ്. പഠിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠന സാധ്യത ഉറപ്പിക്കുവാൻ കഴിയുന്നതാണ്. കുടുംബ ബന്ധത്തിൽ പിണക്കവും ഇണക്കവും ആവർത്തിക്കും. അതുപോലെ വെള്ളി ശനി ദിവസങ്ങളിൽ മേന്മ അല്പം കുറയുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. പ്രവർത്തന മികവ് നിങ്ങളുടെ അംഗീകരിക്കപ്പെടും. അതുപോലെ അധ്വാനത്തിനുള്ള ഫലം കിട്ടുന്നതാണ്. മേലധികാരികൾക്ക് നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാകുന്നതാണ്. മിഥ്യാധാരണകൾ പുലർത്തില്ല. അതുപോലെ കുറച്ച് നാളുകളായി നിങ്ങളെ അലട്ടിയിരുന്ന ചില കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നു ചേരും. തൊഴിൽ തേടുന്നവർക്ക് ആഭിമുഖ്യത്തിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. പണവരവും ഈ ആഴ്ച തൃപ്തികരമാകും. നിക്ഷേപങ്ങളിൽ കൂടുതൽ കരുതൽ വേണം. വീട്ടുകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ സഹകരണത്തെ അഭിനന്ദിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പ്രധാന തീരുമാനങ്ങളെല്ലാം തന്നെ വളരെ ഗുണകരമാകും. ഔദ്യോഗിക രംഗത്ത് സമ്മർദ്ദങ്ങൾ കുറയുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവസരമുണ്ടാകും. ബന്ധുവിൽ നിന്നും വാങ്ങിയ ധനം മടക്കി കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. വാടക വീടിന് പുതിയ താമസക്കാരെ ലഭിക്കും. അതുപോലെ ചിട്ടി, ലോട്ടറി, നറുക്കെടുപ്പ് ഇവയിലൂടെ അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ അധ്വാനം വർദ്ധിക്കുന്ന വാരമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഔദ്യോഗികമായി ഭാരം കൂടും. സമയബന്ധിതമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹകരണം കുറയും. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാത്തത് പ്രശ്നങ്ങൾ വലുതാക്കുവാൻ കാരണമാകുന്നതാണ്. ഒപ്പം ആലസ്യം പിന്നീടാകാം എന്നീ ചിന്താഗതികളും വർദ്ധിക്കുന്നതാണ്. വ്യാപാരികൾക്ക് ലാഭം കിട്ടിത്തുടങ്ങുന്ന സമയമാണ്. പരസ്യത്തിന് ചെലവായത് വ്യർത്ഥമാകില്ല. മകൻ്റെ സമീപനത്തോട് വിയോജിപ്പുണ്ടാകും. ഭൂമി വ്യവഹാരങ്ങളിൽ നീളുവാനാണ് ഈ ആഴ്ച സാധ്യത. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. വളരെ വലിയ പരിശ്രമങ്ങൾ കൊണ്ട് ഈ ആഴ്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ചുമതലകൾ സ്വതന്ത്രമായി നിർവഹിക്കുവാനും കഴിയുന്നതാണ്. അധികാരികൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചറിയുവാനുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ്. വീട് മോടി പിടിപ്പിക്കുവാനും കഴിയുന്നതാണ്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങേണ്ടി വരും.
കലാരംഗത്ത് ഉള്ള ആളുകൾക്ക് വളരെ വലിയ നേട്ടങ്ങളുണ്ടാകും. മക്കളുടെ ജോലിക്കാര്യത്തിൽ അല്പം കൂടി ആശങ്ക തുടരുന്നതാണ്. ധനനിക്ഷേപത്തിൽ വളരെ വലിയ കരുതൽ വേണ്ട വാരമാണ്. പ്രണയിക്കുന്ന ആളുകളിൽ ചില ചഞ്ചലത്വം സംഭവിക്കുവാനും ഇടയുള്ള വാരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.